ഫസ്റ്റ് പോസ്റ്റ് നാഷണൽ ട്രസ്റ്റ് സർവേയുടെ മറ്റു പ്രധാനപ്പെട്ട പോയിന്റുകളിലേക്ക് കടക്കുകയാണ്. രാമക്ഷേത്ര നിർമ്മാണം, അതുമായി ബന്ധപ്പെട്ട വിഷയം തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് ജനങ്ങളിലേക്ക് ഈ സർവേയുടെ ഭാഗമായി എത്തിച്ചത്. രാമക്ഷേത്ര നിർമ്മാണം തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമോ? നിശ്ചയമായും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന, എല്ലാ കാലവും അങ്ങനെ തന്നെയാണ്, കഴിഞ്ഞ എത്രയോ കാലമായി കാണുന്ന ഒരു സ്വാധീന സാധ്യതയുള്ള വിഷയമാണ്. 74.3% ആളുകൾ സ്വാധീനിക്കും എന്ന് പറയുന്നു. അങ്ങനെയല്ല എന്ന നിലപാടുള്ളവർ 25.7%. ആ സ്വാധീനം ഏത് നിലകളിൽ എങ്ങനെയൊക്കെയാണ് വരിക എന്നത് തീരുമാനിക്കേണ്ടത് രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങളുമാണ്. ആ ചോദ്യത്തിൽ തെളിയുന്ന ഉത്തരം ഇങ്ങനെയാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായി ഇപ്പോൾ നിൽക്കുന്നത് കേന്ദ്ര സർക്കാർ ഓർഡിനൻസ് കൊണ്ടുവരുമോ എന്നതുമായി ബന്ധപ്പെട്ട വിഷയവും വോട്ടർമാർക്ക് മുൻപിലേക്കുണ്ട്. രാമക്ഷേത്ര ഓർഡിനൻസ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നാൽ അതിനെ പിന്തുണയ്ക്കുമോ എന്ന ചോദ്യം, അത് സ്വീകാര്യമാകുമോ എന്ന ചോദ്യമുണ്ട്. അവിടെയും ആ മുൻപ് തെരഞ്ഞെടുപ്പ് വിഷയമാകുമെന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് അവിടെ പിന്തുണയ്ക്കും എന്ന നിലയിൽ 75% ആളുകളുടെ വളരെ ആക്യുറേറ്റായ ഈ നിലയിൽ, ഈ സർവേയിൽ കാണുന്ന പോലെ 25% ആളുകൾ അവിടെയും എതിർക്കുകയാണ്. ഇവിടെ ശബരിനാഥിലേക്കും ഒക്കെ വരുന്നതിന് മുമ്പ് ഈ രാമക്ഷേത്ര നിർമ്മാണം പോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ കൂടി വേഗത്തിൽ നോക്കാം. അത്തരം ഒരു ഗ്രൂപ്പ് വെച്ചിട്ട് ഒരു ഗ്രൂപ്പ് ക്വസ്റ്റനെയറിൽ നിന്നുള്ള ചില ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് പൊതു ചർച്ചയിലേക്ക് പോകുന്നതാണ് കൂടുതൽ ഉചിതമാവുക. രാജ്യത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഏത് പാർട്ടിക്ക് കഴിയും എന്നാണ് വിശ്വാസമെന്ന ചോദ്യമാണ് ഈ ദേശീയ സർവേയുടെ ഭാഗമായി മുന്നോട്ട് വെച്ചത്. അതിൽ നിരവധിയായ വിഷയങ്ങൾ, അതിൽ ഒന്നാമത്തേത് വിലക്കയറ്റം എന്നാണ്. വിലക്കയറ്റം പരിഹരിക്കാൻ BJPക്ക് 44% ആളുകൾ പ്രതീക്ഷ ഇപ്പോഴും അർപ്പിക്കുന്നു. കോൺഗ്രസ് 18% എന്ന നിലയിൽ കോൺഗ്രസിനോടുള്ള പ്രതീക്ഷ, അതിൻ്റെ തോത് വർദ്ധിച്ചു വരുന്ന വിധത്തിലേക്കുള്ള സൂചനകൾ അതിലുണ്ട്. ക്രമസമാധാന പാലനം 38-19 എന്ന നിലയിൽ. തൊഴിലില്ലായ്മ, ഇപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്തു തുടങ്ങിയിരിക്കുന്ന വികസന വാദങ്ങളിൽ തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു എന്ന വിഷയം നിൽക്കുമ്പോഴും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും മറ്റുമുള്ള സ്വാധീനത്തിൻ്റെയും മറ്റും പരിഗണനകൾ കാണാം. 39% BJP എന്ന നിലയിൽ, 19% കോൺഗ്രസ് എന്ന നിലയിൽ. അതുപോലെ തന്നെ അഴിമതി എന്ന വിഷയം 38-19 എന്ന നിലയിൽ നിൽക്കുകയാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിലും 38-19 എന്ന നിലയിലാണ്. പ്രധാനമന്ത്രി വികസന നിലപാടിലൂന്നിയാണ് സർക്കാരിനെ നയിച്ചത്. അതിൽ ചോദ്യം ചെയ്യലുകളും യോജിപ്പുകളും ഒക്കെ ഉയരുമ്പോഴാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ BJPയെ പിന്തുണയ്ക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന കണക്കുകളാണ് ഈ സർവേയിൽ വ്യക്തമാകുന്നത്. മതസൗഹാർദ്ദം എന്നതാണ് ഏറ്റവും അധികം ചോദ്യം ചെയ്യപ്പെട്ട ഒരു വിഷയം ഈ സർക്കാരിൻ്റെ കാലത്ത്. അവിടെയും മതസൗഹാർദ്ദത്തിന് 37% പിന്തുണ BJPക്ക് എന്ന് രേഖപ്പെടുത്തുന്നു. 19% കോൺഗ്രസ് എന്ന നിലയിൽ. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. BJP കോൺഗ്രസ് എന്ന നിലയിലേക്കുള്ള ഒരു പ്രകടമായ താരതമ്യമാണ് ഈ സർവേയിൽ തെളിയുന്നത്. സംസ്ഥാനങ്ങളിലെ മറ്റ് കക്ഷിബന്ധങ്ങൾ, രാഷ്ട്രീയ സ്വാധീനങ്ങൾക്കപ്പുറം രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികൾ, ദേശീയ പാർട്ടികൾ കോൺഗ്രസും BJPയും എന്ന നിലയിൽ ഏറ്റുമുട്ടിയാൽ സംഭവിക്കുന്ന ആളുകളുടെ വിശ്വാസത്തിൻ്റെ ഒരു അളവുകോലാണ് കണ്ടുവരുന്നത്. അവിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വെച്ച ആശയങ്ങളെ നിങ്ങൾ അംഗീകരിക്കുന്നോ എന്ന ചോദ്യം അടുത്ത ചോദ്യമായി ഈ സർവേയിൽ ജനങ്ങൾക്ക് മുൻപിലേക്ക് പോയിട്ടുള്ളത്. അതിൻ്റെ ശതമാനക്കണക്ക് കൂടി ഒന്ന് നോക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വെച്ച ആശയങ്ങളെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഓരോ പദ്ധതിയായി കാണുന്നു. എനിക്കൊന്ന് ശബരിനാഥിനും PK ബിജുവിനും ഒക്കെ അത് കുറച്ചുകൂടി പറയാനാകും. സ്വച്ഛ് ഭാരത് അഭിയാൻ 74.2 അംഗീകരിക്കുന്നു എന്ന നിലപാട് സ്വീകരിക്കുന്നു. അംഗീകരിക്കുന്നില്ല എന്ന് 21.1, അഭിപ്രായമില്ലാത്തവർ 4.7. ജൻധൻ യോജന 68.5, 25.1. ആയുഷ്മാൻ ഭാരത് യോജന 64.8, 24.1. സർജിക്കൽ സ്ട്രൈക്ക്, മിന്നലാക്രമണം, BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാദവുമായി അത് പിന്നീട് സൈനിക നീക്കം മാറി. 67.8, 22 എന്ന നിലയിലാണ് ആ സർജിക്കൽ സ്ട്രൈക്ക്, മിന്നലാക്രമണത്തിനുള്ള ആളുകളുടെ ഇപ്പോഴത്തെ അനുഭാവത്തിൻ്റെ തോത് സർവേയിൽ തെളിയും. കള്ളപ്പണം മടക്കിക്കൊണ്ടുവന്നോ എന്ന ചോദ്യം എല്ലാ കാലവും എത്രയോ നാളായി പ്രധാനമന്ത്രിക്ക് നേരെ ഉയരുന്ന ചോദ്യമാണ്. ആ വിഷയത്തിൽ 68.7% ആളുകൾ നിലവിലെ നടപടികളെ അംഗീകരിക്കുന്നു, എടുത്ത നടപടികളെ പിന്തുണയ്ക്കുന്നു. 26 അങ്ങനെയല്ല എന്ന നിലയിൽ. GST 62.8, 30.5. നോട്ട് നിരോധനം 66.7, 28.7. ഈ നിലയിലാണ് ശബരിനാഥ്
ഈ കണക്കുകൾ വികസനം ജനങ്ങൾ വോട്ടർമാർ വളരെ സീരിയസ് ആയി എടുക്കുന്നുണ്ട്. അതിൽ തന്നെ മുമ്പ് പറഞ്ഞതുപോലെ പല പദ്ധതികൾക്കും ഒരു ഫ്ലാഗ്ഷിപ്പ് പദ്ധതിയായി വലിയ പ്രചരണപരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത് വോട്ടർമാരെ സ്വാധീനിച്ചു. ഇപ്പോഴും അതിൻ്റെ ഒരു എഡ്ജ് BJPക്ക് ഉണ്ട് എന്നീ സർവേ പറയുമ്പോൾ എന്താണ് അതിൽ നിന്ന് കോൺഗ്രസ് മനസ്സിലാക്കുന്നത്? അല്ല, ആദ്യമായി താങ്കൾ പറഞ്ഞതുപോലെ 85% ആളുകൾ വികസനം പ്രധാനപ്പെട്ട ഒരു വിഷയമാണെന്ന് പറയുന്നതിൽ സ്വീകാര്യമായിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ ചോദ്യം പ്രധാനമന്ത്രി കൊണ്ടുവന്ന ഈ ആശയങ്ങളോട് നിങ്ങൾ അംഗീകരിക്കുന്നുള്ളതാണ്. സ്വച്ഛ് ഭാരത് എന്നുള്ള ആശയത്തോട് അംഗീകരിക്കുന്ന ഒരാളുമാണ് ഞാൻ. സ്വച്ഛ് ഭാരത് എന്നുള്ള അതുപോലത്തെ ആശയം ഗാന്ധിജിയുടെ സമയം മുതൽ നമ്മൾ സ്വച്ഛത പറയുന്നതാണ്. GST എന്നുള്ള ആശയം കൊണ്ടുവന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ള പാർട്ടിയാണ്. അപ്പോൾ ആശയപരമായി ഈ ജൻധൻ ആയാലും ആയുഷ്മാൻ ഭാരത് ആയാലും സ്വച്ഛ് ഭാരത് പോലത്തെ വിശ്വാസങ്ങളോട് കോൺഗ്രസ് പാർട്ടി ഒരുമിച്ച് നിന്നിട്ടുണ്ട്. അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിലാണ് ഇവർക്ക് ഏറ്റവും വലിയ താറുമാറുണ്ടായിട്ടുള്ളത്. ഇനി ഞാൻ ഇതിൻ്റെ പ്രധാനപ്പെട്ട നിങ്ങൾ മിസ് ചെയ്ത ഒരു യോജനയാണ് ബേട്ടി ബച്ചാവോ ആന്തോളൻ. ഈ ബേട്ടി ബച്ചാവോ ആന്തോളൻ്റെ വാർത്തകൾ വന്നത് 650 കോടി എന്തോ ആണ് ഒരു വർഷത്തേക്ക് ചിലവാക്കിയത്. അതിൽ 65% പരസ്യങ്ങൾക്ക് വേണ്ടി നരേന്ദ്രമോദിയുടെ പോസ്റ്റർ അടിക്കാനാണ് ബേട്ടി ബച്ചാവോയുടെ പരസ്യത്തിന് വേണ്ടിയുള്ള പണം കൊടുത്തിരിക്കുന്നത്. സ്വച്ഛ് ഭാരതിന്റെ കോൺഗ്രസ് ഈ കണക്കിൽ കോൺഫിഡന്റ് ആണ്. അതായത് ആശയങ്ങൾക്ക് ഞങ്ങൾക്കും സ്വീകാര്യമാണ്, പക്ഷേ അതിന്റെ നടത്തിപ്പിൽ പരാജയപ്പെട്ടത് തെരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സൂചന ഇതിലുണ്ടെന്നാണ്. BJP കഴിഞ്ഞ 5 വർഷമായി കൊണ്ടുവന്നിട്ടുള്ള 44ഓളം പദ്ധതികൾ UPA സർക്കാർ UPA 1 UPA 2 പദ്ധതികളെ മറിച്ചിട്ടതാണ്. GST നമ്മൾ തന്നെ കൊണ്ടുവന്ന ഒരു ആശയമാണ്. ഒരുപാട് തവണയായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആശയത്തോട് ജനങ്ങൾക്കും പാർട്ടികൾക്കും ഇവിടെ തന്നെ സർക്കാർ ഇത്ര ആശയങ്ങൾ നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നു. പക്ഷേ അതിന്റെ ഇംപ്ലിമെന്റേഷൻ എന്നൊരു ചോദ്യം നിങ്ങൾക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. തീർച്ചയായും അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന കാരുണ്യ പദ്ധതി അത് രാഷ്ട്രീയം മാറുമ്പോഴും തള്ളിപ്പോകാത്ത ഒന്നാണ്. അതെ, അപ്പോൾ പ്രോജക്റ്റുകളോട് നമുക്ക് എതിർപ്പില്ല, പക്ഷേ അതിന്റെ ഇംപ്ലിമെന്റേഷനിലാണ് പ്രശ്നം. നിങ്ങൾ പറഞ്ഞ ഈ ഒരു ഡിമോണിറ്റൈസേഷന് മാത്രം കണക്കാണ് എനിക്ക് ഇതിനകത്ത് 60% ആളുകൾ നല്ലതാണെന്ന് പറയുന്നത്. എനിക്കത് വിശ്വസിക്കാൻ ഒരല്പം. ഞാൻ പറഞ്ഞത് ഈ കള്ളപ്പണത്തിനോടുള്ള ഒരു ആളുകളുടെ അവർഷന്റെ മുമ്പ് ആശയപരമായ ഒരു യോജിപ്പിന്റെ തലവുമാകാം. അങ്ങനെയാണ് ഒരുപക്ഷെ അതാവാം. പക്ഷേ ഈ പദ്ധതികൾ ഈ പറഞ്ഞ ജൻധൻ യോജന നമുക്കറിയാം. ജൻധൻ യോജന തുടങ്ങി എത്രയാ 10 കോടിയോ പുതിയ അക്കൗണ്ടുകൾ തുടങ്ങി എന്ന് പറഞ്ഞു. ഇന്ന് ഈ 10 കോടി അക്കൗണ്ടിൽ എത്ര അക്കൗണ്ട് ആക്റ്റീവാണ് നമ്മൾ നോക്കണം. ഞാൻ ഉറപ്പിച്ച് പറയുമ്പോൾ ഒരു 75% അക്കൗണ്ടുകളും ആക്റ്റീവ് അല്ലാത്ത അവസ്ഥയാണ്. സ്വച്ഛ് ഭാരതിൻ്റെ ഇന്ന് ഈ പരസ്യ കോലാഹലമല്ലാതെ നമ്മൾ കഴിഞ്ഞൊരു 5 വർഷം മുമ്പ് നമ്മളൊന്നും വേണ്ടി ഈ സ്റ്റുഡിയോയുടെ അപ്പുറത്തുള്ള നമ്മൾ സ്ഥലങ്ങൾ നോക്കിയാൽ സ്വച്ഛ് ഭാരതിൻ്റെ എന്ത് ഇമ്പാക്റ്റ്. നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരാണസി, അവിടെ ഇപ്പം അലഹബാദിലുള്ള പ്രയാഗിൽ കുംഭ് നടക്കുക, എന്താണ് ഇമ്പാക്റ്റിനായിട്ടുള്ളത്? ഇമ്പാക്റ്റ് പഠിക്കുമ്പോൾ, എഫിഷ്യൻസി പഠിക്കുമ്പോൾ ഈ പദ്ധതികളെല്ലാം പൂർണ്ണ പരാജയമാണ്. പക്ഷേ ആശയപരമായി നമ്മളെല്ലാവരും ഈ പദ്ധതികളോട് അതിൻ്റെ പേരിനോട് യോജിപ്പില്ലെങ്കിലും പദ്ധതികളോട് യോജിക്കുക. അങ്ങനെയാണെങ്കിൽ ശ്രീ P.K. ബിജു, അതിലൊരു പൊളിറ്റിക്കൽ സൈൻ ഉണ്ടോ? ആശയപരമായി പദ്ധതികളോട് യോജിക്കുമ്പോഴും പ്രായോഗികമായി ഒരു സർക്കാർ പരാജയപ്പെട്ടു എങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കി അത് മാറ്റിക്കൊണ്ടുവരിക എന്നത് കോൺഗ്രസിനും ഇതര പ്രതിപക്ഷ പാർട്ടികൾക്കും കേരളത്തിൽ നിങ്ങൾക്കും ഒരു പ്രധാനപ്പെട്ട റോൾ ഉണ്ടല്ലോ. ആ നിലയിൽ ഈ വിഷയങ്ങളെ ഏറ്റെടുക്കേണ്ടതിൻ്റെ അനിവാര്യതയാണോ ഈ കണക്ക് സൂചിപ്പിക്കുന്നത്? വികസന തൽപരരാണ് രാജ്യത്തെ ജനത, അതിലെ ആശയങ്ങളോട് അവർ പൊരുത്തപ്പെടുന്നു. നടത്തിപ്പിൽ പരാജയമുണ്ടെങ്കിൽ അത് തുറന്നു കാട്ടേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. ആ ഉത്തരവാദിത്വം ഓർമ്മിപ്പിക്കുന്നുണ്ടോ ഈ കണക്കുകൾ? ശരത്തെ ഇവിടെ രാമക്ഷേത്രം കൂടിയുണ്ട്. പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, അയോധ്യ വിഷയം രാജ്യത്തെ അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രധാന വിഷയമാകുമോ? അത് വളരെ പ്രധാനമാണ്. കാരണം ഞാൻ മുമ്പ് സൂചിപ്പിച്ചു, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വികസനമാണ് മോദി മുന്നോട്ട് വെച്ചതെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ആ വികസനം വെക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ശ്രീ ജേക്കബ് ജോർജ് ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ 5 വർഷക്കാലം ജനം ക്ഷമിക്കും. ആ 5 വർഷക്കാലം കഴിഞ്ഞു. 5 വർഷത്തിൻ്റെ റിസൾട്ട് BJPക്ക് അനുകൂലമല്ല രാജ്യത്ത് ഇപ്പോൾ ഉള്ളത്. കോൺഗ്രസിന് എങ്ങനെയാണോ ഭരണം നഷ്ടപ്പെട്ടത്, കോൺഗ്രസ് എങ്ങനെയാണോ അഴിമതിയിലേക്ക് കൂപ്പുകുത്തിയത്, അതിന് സമമായ വിധത്തിൽ BJP ഇന്ന് പ്രതിസന്ധി അഭിമുഖീകരിക്കുകയാണ്. അപ്പോൾ ആ പ്രതിസന്ധി മറികടക്കാൻ BJP പ്രധാനമായും ഉപയോഗിക്കുക അയോധ്യയാണ്. അപ്പോൾ അയോധ്യയിൽ ഒരു വെടിക്ക് 2 പക്ഷി എന്നതാണ് BJP മോദിയും കാണുന്നത്. കാരണം കോൺഗ്രസ് കഴിഞ്ഞ 5 ഉപതെരഞ്ഞെടുപ്പുകളിൽ അവർ മൃദു ഹിന്ദുത്വോ അല്ലെങ്കിൽ തീവ്ര ഹിന്ദുത്വോ ഉപയോഗിച്ചിരുന്നു. അതുപോലെ മധ്യപ്രദേശിൽ, രാജസ്ഥാനിൽ അവരെല്ലാം BJP ഏതാണോ ഹിന്ദുത്വ അജണ്ട വെച്ചത് അതിനേക്കാൾ തീവ്രമായ അജണ്ട വെക്കുകയും മതന്യൂനപക്ഷങ്ങളെ മാറ്റി നിർത്തി BJPയെ തെരഞ്ഞെടുപ്പിൽ നേരിടാനുമാണ് അവർ പരിശ്രമിച്ചത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അയോധ്യ അജണ്ട മുന്നോട്ട് വെക്കുന്ന ഇപ്പം BHP തന്നെ പറഞ്ഞു കഴിഞ്ഞു, അയോധ്യ ക്ഷേത്രം പണിയുന്നത് കോൺഗ്രസ് ആണെങ്കിൽ ഞങ്ങൾക്ക് കോൺഗ്രസിനെ സഹായിക്കാൻ തയ്യാറാണ്. ഇപ്പൊ കോൺഗ്രസിന്റെ ഒരു MLA പറഞ്ഞത് എന്താ,
ഞങ്ങളെ അയോധ്യ ക്ഷേത്രം പണിയൂ എന്നാണ്. അപ്പം അജണ്ട BJP സെറ്റ് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം രാജ്യത്തെ കമ്മ്യൂണൽ പോളറൈസേഷൻ നടത്തുക, അത് BJPക്ക് അനുകൂലമായി മാറ്റുക എന്ന ലക്ഷ്യമാണ് ഇതിനകത്തുള്ളത്. അതൊന്ന് അയോധ്യ ഇഷ്യൂ പ്രധാനപ്പെട്ട ഒരു പ്രചരണ ആയുധമായി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 2 വികസന വിഷയങ്ങൾ. വികസനത്തെ സംബന്ധിച്ച് മോദി 5 വർഷമായി പറഞ്ഞുകൊണ്ടിരുന്നത് യാഥാർത്ഥ്യത്തിലേക്ക് ഒന്നും വന്നിട്ടില്ല എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന്, ഈ ഇൻഷുറൻസ് ആരോഗ്യ മേഖലയിൽ പൂർണ്ണമായിട്ടും ആയുഷ്മാൻ ഭാരത് എന്ന ഇൻഷുറൻസ് സംവിധാനം കൊണ്ടുവരികയാണ്. ഇത് പ്രധാനമായും ലക്ഷ്യം വെക്കുന്ന എന്താ? പൊതുമേഖലയിലുള്ള ആരോഗ്യ സംവിധാനത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നതാണ്. അത് ഭാവിയിൽ നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരൻ്റെ ചികിത്സാ സംവിധാനത്തെ തന്നെ അട്ടിമറിക്കാൻ പോവുകയാണ്. ഇതെല്ലാം കോർപ്പറേറ്റ് വൽക്കരിക്കുകയാണ്, ആരോഗ്യ മേഖലയെ കോർപ്പറേറ്റ് വൽക്കരിക്കുക. ഈ ലക്ഷ്യം ഇന്ത്യയിലെ ജനതയുടെ മുമ്പിൽ എത്രമാത്രം ഫലപ്രദമാകും എന്നതാണ് ഇനിയുള്ള സമയങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. യഥാർത്ഥത്തിൽ ഒരു കാര്യം സ്ഥലത്ത് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കോൺഗ്രസും BJPയും തമ്മിലുള്ള മത്സരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം സംസ്ഥാനത്തിൽ അങ്ങനെയല്ലല്ലോ തെരഞ്ഞെടുപ്പ് നടക്കുക. ഉത്തർപ്രദേശിൽ കോൺഗ്രസ് അവിടെ BJPക്കും താഴെയല്ലേ അവരുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകൂ. ഒറീസയിൽ കോൺഗ്രസിന്റെ സാന്നിധ്യം ദുർബലമായിരിക്കും. തെലങ്കാനയിൽ കോൺഗ്രസിന്റെ സാന്നിധ്യം ദുർബലമായിരിക്കും. തമിഴ്നാട്ടിൽ ഞാൻ പറഞ്ഞു, ഓരോ പ്രദേശത്തും പ്രാദേശിക കക്ഷികളുടെ സ്വാധീനം കുറെ കൂടി ശക്തമായിരിക്കുന്ന ഘട്ടത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ബിജു, അതിന്റെ മുന്നോട്ട് പോക്കിൽ, ഇതിന്റെ വിശദാംശങ്ങളുടെ മുന്നോട്ട് പോക്കിൽ അത് പ്രത്യേകമായി ചർച്ച ചെയ്യേണ്ട സാഹചര്യം നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. ശ്രീ ജേക്കബ് ജോർജ്, ഇവിടെ ഈ അയോധ്യ രാമക്ഷേത്ര നിർമ്മാണം, അതിന്റെ ഓർഡിനൻസിനെ പിന്തുണയ്ക്കുന്ന ഒരു 75% എന്ന് പറയുമ്പോൾ ഇക്കാര്യത്തിലുള്ള സംഘപരിവാറിന്റെ ഒരു പൊതു രാഷ്ട്രീയ താല്പര്യം വ്യക്തമാണ്. ആ 75% ആ താല്പര്യത്തെ പിന്തുണയ്ക്കുന്നവരാണോ, അതോ UPയിലടക്കം പുതുതായി രൂപം കൊണ്ടിട്ടുള്ള ഈ ബദലുകളുണ്ടല്ലോ, അതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തമായ ഒരു ചർച്ച അതിൽ രൂപപ്പെടുമോ? സംഘപരിവാർ ആഗ്രഹിക്കുന്നത് പോലെ കാണണമോ ഈ പറഞ്ഞ രാമക്ഷേത്ര നിർമ്മാണം തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും എന്ന ജനങ്ങളുടെ പ്രതികരണം? ഏത് നിലയിലാണ് വായിച്ചെടുക്കേണ്ടത്, നിങ്ങളുടെ അഭിപ്രായം? ഈ ദേശീയ തെരഞ്ഞെടുപ്പ് വരുമ്പോഴൊക്കെ BJP രാമക്ഷേത്രം ഒരു വലിയ മുദ്രാവാക്യമായിട്ട് കൊണ്ടുവരും. ഇത്തവണ അതൊരു ഓർഡിനൻസ് അതിന്റെ ഏറ്റവും വലിയൊരു ടൂളായി ഒരുപക്ഷെ മാറിയേക്കും. അതെ, മാറിയേക്കും. അപ്പം ഓർഡിനൻസ് കൊണ്ടുവരാൻ പോകുന്നു, അതേക്കുറിച്ചുള്ള ചർച്ചകൾ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ മതം, വിശ്വാസം, ആത്മീയത എന്നൊക്കെ പറയുന്നത് വളരെ വികാരപരമായിട്ട് ആൾക്കാരെ അങ്ങ് വല്ലാതെ ഉലയ്ക്കുന്ന ഒരു പ്രചാരണ രീതിയാണ്. ഇപ്പം രാമക്ഷേത്രം പണിതു, ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം പണിതു, അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ പള്ളി പണിതു. ഇവിടെ പാവപ്പെട്ട ഇന്ത്യക്കാരന് എന്താ പ്രയോജനം? ചേർത്തെ അതെങ്ങനെയാണ് വികസനമാവുന്നേ? അതെങ്ങനെ നാടിൻ്റെ വളർച്ചയ്ക്ക് എന്ത് സഹായിക്കും? അതായത് ഈ ഡിജിറ്റുകൾ, ഈ കണക്കുകൾ യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന്റെ വലിയ ഉത്തരവാദിത്വത്തെയും ദൗത്യത്തെയും ഓർമ്മിപ്പിക്കുന്നു എന്നാണോ പറഞ്ഞു വരുന്നത്? അല്ല, അതെ, ഇവിടെയാണ് പ്രചാരണം. ഇത് രാമക്ഷേത്രം പണിതാൽ ഇന്ത്യയിലെ പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങളെല്ലാം തീരും എന്ന പ്രചാരണത്തിന് ബദലായിട്ട് എന്ത് പ്രചാരണം വെക്കാനുണ്ട് കോൺഗ്രസിന്? അതാണ് ചോദ്യം. ശരത്തെ, ഇന്ന് ഇന്ത്യ രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രചാരണ കോലാഹലത്തിൽ കോൺഗ്രസ് എങ്ങനെ ഇടപെടുന്നു? അതായത് 75% ആളുകൾ രാമക്ഷേത്ര നിർമ്മാണം എന്ന പ്രശ്നം തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്ന് പറഞ്ഞാൽ അതിനെ സൂക്ഷ്മതയോടെ വിലയിരുത്തേണ്ട പാർട്ടി, ഒന്നാമത്തെ പാർട്ടി കോൺഗ്രസ് ആണ്. അതെ, കോൺഗ്രസ് തന്നെയാണ്. കോൺഗ്രസ് ആണ്. ഇപ്പൊ പ്രാദേശിക കക്ഷികൾ, ബിജു പറഞ്ഞതുപോലെ പ്രാദേശിക കക്ഷികൾ ഇപ്പം കർണാടകയിൽ നോക്കിയാലും മറ്റേ എല്ലാ സംസ്ഥാനങ്ങളും വളരെ നിർണായകം. ഇപ്പോൾ UP തന്നെ നോക്കൂ. അതെ, UP, ഒഡീഷ, അവിടെയൊക്കെ ഉണ്ട്. പക്ഷേ രണ്ടാമൊരു കാര്യം, സർജിക്കൽ സ്ട്രൈക്കിന്റെ കാര്യം വലിയ കാര്യമായിട്ട് എടുക്കുന്നു. പണ്ട് ഇന്ദിരാഗാന്ധി എന്നൊരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. 1971 ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രു രാജ്യത്തിൻ്റെ 2ആയിട്ട് പിളർന്നു കൊടുത്തു ഒരു യുദ്ധത്തിലൂടെ. രണ്ട് രാജ്യമാക്കി, 2 കഷ്ണമാക്കി കൊടുത്തു. അതിൻ്റെ അപ്പുറം വരത്തില്ലല്ലോ 1000 സർജിക്കൽ സ്ട്രൈക്ക് കൂടിയാലും. എന്നിട്ട് സർജിക്കൽ സ്ട്രൈക്ക് ചെയ്തുകൊണ്ട് സംഭവം. ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ പ്രചരണത്തിലെ പൊള്ളത്തരം കാണിച്ചു കൊടുക്കാൻ കോൺഗ്രസിന് എന്ത് സ്ട്രാറ്റജിയാണുള്ളത്? ഇതാണ് ഈ നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ പ്രസംഗിക്കണം. അതായത് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റകളെ തള്ളിക്കളയരുത്. ഇതാണെന്നേ, അതൊരു ബേസ് ഡോക്യുമെന്റ് ആയി മാറ്റിയെടുക്കണം. ഞാൻ പറയുന്നത് സർജിക്കൽ സ്ട്രൈക്ക് ഇപ്പൊ കാര്യം മനസ്സിലായല്ലോ. കാരണം ഇതൊക്കെ ഒരു ബേസ് ടൂളായി വെച്ച് നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് കാലത്തെ വിഷയങ്ങളിലേക്ക് പോകാനുള്ള ഒരു വലിയ വഴിമരുന്നായി അതിനെ എടുക്കണം എന്നാണ്. അതെ അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ രാമക്ഷേത്രത്തിൻ്റെ വിഷയം 75% ആളുകൾ ഇതൊരു വലിയ വിഷയമാണെന്ന് പറയുന്നു. ഇതിൽ ഭൂരിഭാഗം ആളുകളും കഴിഞ്ഞ പ്രാവശ്യം രാമക്ഷേത്രം പണിയുമെന്ന് വിചാരിച്ച് BJPക്ക് വോട്ട് ചെയ്ത ആളുകളാണ്. അപ്പോൾ ഇതൊക്കെ ഒരു ഡേറ്റാ പോയിന്റായിട്ട് എടുക്കണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന വളരെ സെക്യുലർ ആയിട്ടുള്ള പാർട്ടി ഇന്ത്യയിലുള്ള
ഒട്ടനവധി പ്രശ്നങ്ങളിലെ ഒരു പ്രശ്നമാണ് രാമക്ഷേത്രം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. കാരണം അതിനൊരു ലീഗൽ സൊല്യൂഷൻ വേണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ രാമക്ഷേത്രത്തിനുള്ള ഒരു സൊല്യൂഷൻ, അത് നിയമപരമായിട്ടുള്ള സൊല്യൂഷൻ. ശബരിനാഥ് ഇപ്പോൾ കാണുന്നത് എന്താണ്? ഇപ്പോൾ UP ഉദാഹരണമായി എടുത്താൽ അവിടെ SP BSP സഖ്യം വളരെ സ്ട്രോങ് ആയി നിൽക്കുന്നു, മറുഭാഗത്ത് BJP ഉണ്ട്, കോൺഗ്രസിൻ്റെതായ ഒരു തന്ത്രത്തിൽ പോകുന്നു. ഈ പറഞ്ഞ രാമക്ഷേത്ര നിർമ്മാണം മുൻകാലങ്ങളിലെ പോലെ BJPക്ക് ഒരു പ്രധാനപ്പെട്ട ആയുധമാക്കി മുന്നോട്ട് കൊണ്ടുപോയി മേൽക്കൈ നേടാനാകും എന്ന് കരുതുന്നുണ്ടോ? എനിക്കത് തോന്നുന്നില്ല. കാരണം BJP മാത്രമാണ് ഇന്ത്യയിൽ ഒരു പാർട്ടി രാമക്ഷേത്രത്തെ ഒരു വിഷയമായി കണ്ടുകൊണ്ട് BJPയും സംഘപരിവാർ ശക്തികളും മാത്രമാണ് ഇതിനെ ഒരു മെയിൻ ഇലക്ഷൻ ഇഷ്യൂ ആയിട്ട് കൊണ്ടുപോകുന്നത്. ബാക്കി എല്ലാ ആളുകൾക്കും വൺ ഓഫ് ദി ഇഷ്യൂസ് ആണ്. തീർച്ചയായിട്ടും അതിൽ BJPയുടെ ഒരു പൊള്ളത്തരം, അവർക്കൊരു കൺസിസ്റ്റൻസി ഇല്ലായ്മ, അവരുടെ ഏറ്റവും ഞാനൊരു തീവ്ര BJPക്കാരന് പോലും പ്രധാനമന്ത്രിയുടെ ഇന്റർവ്യൂവിൽ അതിൽ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ട് അവരിപ്പോൾ എന്തായാലും അതിൽ BJPക്ക് ഒരു നിലപാടില്ല. BJP അവരുടെ കോർ ആളുകളെ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നില്ല എന്നുള്ളൊരു വാദം ഇപ്പോൾ RSSനുണ്ട്. അവിടെയാണ് ഓർഡിനൻസിന്റെ പ്രശ്നം വരുന്നത്. അങ്ങനെ കൂടി വന്നാൽ അതൊരു തെരഞ്ഞെടുപ്പ് വിഷയത്തിൽ ഈ പറയുന്നത് പോലെ അല്ലെ സർ, ഒരു കാര്യമുള്ളത്, ഇതൊരു വിഷയമാകുമോ എന്ന ചോദ്യമാണ്. ആകുമോ എന്നതാണ് ചോദ്യം. ആകും എന്ന് ചിലപ്പോൾ നമ്മളും പറയുമല്ലോ. അതെ, അത് ഏത് നിലയിലും കൺവേർട്ട് ചെയ്യാം, എങ്ങോട്ടും സ്പിൻ ചെയ്യാം. അതെ, ആ ഒരു വിഷയം പ്രധാനപ്പെട്ട വിഷയം തന്നെയാകും, തെരഞ്ഞെടുപ്പ് വിഷയമാകും എന്ന് എല്ലാവരും നല്ല സാധാരണഗതിക്ക് BJPക്കാരും BJPക്കെതിരെ നിൽക്കുന്നവരും ഒക്കെയും പറയുമല്ലോ. അല്ല, കോൺഗ്രസിന്റെ ഒരു നിലപാട് ഈ ജന്മഭൂമി വിഷയം കഴിഞ്ഞ എത്രയോ കാലങ്ങളായിട്ട് വിഷയം തന്നെയാണ്. ആ വിഷയം എന്തായാലും ഇപ്പോൾ ഒരു ലീഗലായിട്ടുള്ള സൊല്യൂഷനിലേക്ക് എത്തിയിട്ടില്ല. കഴിഞ്ഞ കാലങ്ങളായി ചർച്ചകൾ നടക്കുന്നു. നമ്മൾ അധികാരത്തിൽ വന്നാൽ X or Y, ദാറ്റ് ഹാസ് ടു ബി സോൾവ്ഡ്. അതിങ്ങനെ നമ്മൾ തുറന്നു അതിനൊരു ഓപ്പൺ എൻഡഡ് ആക്കാതെ ആ പ്രശ്നം എല്ലാവരുമായിട്ട് ഉരുന്ന് പരിഹരിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു നല്ല ഭരണത്തിന്റെ ഉത്തരവാദിത്വമാണ്. പക്ഷേ ബിജു, ഒരു ചെറിയ മറുപടി. ഈ വിഷയം രാമക്ഷേത്ര പ്രശ്നം തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഏതായാലും മോദി സർക്കാർ അത്ര വിശാല അടിസ്ഥാനത്തിൽ അത് എടുക്കുമെന്ന് വിചാരിക്കാനും തരമില്ലല്ലോ. ഇപ്പോൾ ഓർഡിനൻസ് പോലെയുള്ള കാര്യങ്ങളിലേക്ക് പോയാൽ അതെല്ലാം ജനങ്ങൾ നോക്കുന്ന തെരഞ്ഞെടുപ്പ് ഒരു വിഷയമാണ്. അത് എങ്ങോട്ട് എങ്ങനെയെന്നുള്ളത് രണ്ടാമത്തെ വിഷയം. ജനങ്ങൾ പരിഗണിക്കുന്ന വിഷയമാണത്. ശരത്ത്, ഞാൻ പറഞ്ഞൊരു പോയിന്റ്, ഒന്ന്, അതിനെ ഫലപ്രദമായി BJP ഉപയോഗപ്പെടുത്തും. ശരി. കാരണം അവരുടെ ഒരു സഖ്യകക്ഷിയായ ശിവസേന പാർലമെന്റിൽ നടത്തിയിട്ടുള്ള ഒരു പ്രചരണം പഹല മന്ദിർ ഫിർ സർക്കാർ എന്നാണ്. ആദ്യം മന്ദിരം പിന്നെ ഗവൺമെന്റ് എന്നതാണ് ശിവസേന പാർലമെന്റിൽ ഉയർത്തിയത്. അപ്പൊ സ്വാഭാവികമായിട്ടും സംഘപരിവാർ സംഘടനകൾ പുറത്ത് സജീവമായി ക്യാമ്പയിനായിട്ട് എടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വിഷയം ചിലപ്പോൾ ഓർഡിനൻസായി വരാം. ഓർഡിനൻസായി വന്നാലും ഇല്ലെങ്കിലും രാജ്യത്ത് ഈ തെരഞ്ഞെടുപ്പിൽ രാമക്ഷേത്രം ഒരു അജണ്ടയായിട്ട് അവർ ഉയർത്തും. അത് കോൺഗ്രസ് എന്ന നിലപാട് സ്വീകരിക്കുന്നു എന്നാണ് വളരെ പ്രധാനപ്പെട്ട പ്രശ്നം. കോൺഗ്രസ് മതന്യൂനപക്ഷങ്ങളെ മറന്ന് BJPക്കെതിരായി ഹിന്ദുത്വ അജണ്ടയ്ക്കൊപ്പം പോകുന്നത് രാജ്യത്ത് മതന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ കോൺഗ്രസിനുണ്ടായിരുന്ന ചെറിയ സ്വാധീനത്തെ പോലും ഇല്ലാതാക്കാൻ പോവുകയാണ്. തീർച്ചയായും വലിയ തോതിൽ കോൺഗ്രസ് വെട്ടിലാക്കാനാണ് BJP ഈ അജണ്ട മുന്നോട്ട് വെക്കുന്നത്. BJPയുടെ അജണ്ടയ്ക്കൊപ്പം ഇത്തരം ചില അവിശ്വാസങ്ങളിൽ നിന്നാണ്. അല്ലെ, SP-യും BSP-യും നിങ്ങളെ കൂട്ടാതിരുന്നത് ഇത്തരം പല കാരണങ്ങൾ കൊണ്ടാകാം. അതിലൊന്നാകാം ഈ പറഞ്ഞത്. അല്ലല്ല, ഇതിപ്പം കഴിഞ്ഞ ഒരു വർഷമായിട്ട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മൃദു ഹിന്ദുത്വം എടുക്കുന്നു. അത് ഓൺ ദ ഫേസ് ഓഫ് ഇറ്റ് നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു ഭൂരിഭാഗത്തോട് നിൽക്കുന്നൊരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. വളരെ സെക്യുലറായിട്ട് ഈ രാജ്യത്തിന് സെക്യുലർ ആശയങ്ങൾ കൊണ്ടുവന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. കോൺഗ്രസിന്റെ പ്രകടന പത്രിക വരുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ഒരു സെക്യുലർ ഫീൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുമായിരിക്കും. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലാവാത്തത്, രാഹുൽ ഗാന്ധി അമ്പലത്തിൽ പോയാൽ അദ്ദേഹം വർഗീയവാദി. ഇതേ സമയത്ത് കേരളത്തിലെ ദേവസ്വം വകുപ്പ് മന്ത്രി ഗുരുവായൂർ 1 മണിക്കൂർ അദ്ദേഹം വർഗീയവാദിയാവത്തില്ലേ? രാഹുൽ ഗാന്ധി ഒരു പൂജക്കൊരു അമ്പലത്തിൽ പോയാൽ അതേ രാഹുൽ ഗാന്ധി അമ്പലത്തിൽ പോകുന്നുണ്ട്, അതേ രാഹുൽ ഗാന്ധി മസ്ജിദിൽ പോകുന്നുണ്ട്, അതേ രാഹുൽ ഗാന്ധി പള്ളിയിൽ പോകുന്നുണ്ട്, അതേ രാഹുൽ ഗാന്ധി ഗുരുദ്വാരയിൽ പോകുന്നുണ്ട്, അതേ രാഹുൽ ഗാന്ധി പാർസി ഫയർ ടെമ്പിളിൽ പോകുന്നുണ്ട്. അതാണ് ഇന്ത്യയുടെ മതനിരപേക്ഷത. അതിൽ ഒരുപാട് ആക്ഷേപങ്ങൾ നേരത്തെ ഉയർന്നാണ്. ജവഹർലാൽ നെഹ്റുവിന്റെ നിരപേക്ഷത അതായിരുന്നില്ല. ഇന്ത്യൻ ഡെഫിനിഷൻ ഓഫ് സെക്യുലറിസം എല്ലാ ഇതുകൂടെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ളതാണ്. സാഹചര്യങ്ങളുടെ സൃഷ്ടിയായി രാഹുൽ ഗാന്ധി അമ്പലങ്ങളിൽ പോകേണ്ടി വരുന്നു എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. ഇന്ത്യൻ സെക്യുലറിസം ഈസ് എംബ്രേസിംഗ് ഓൾ റിലിജിയൻസ്. അതാണ്. ഏതായാലും ഈ വിധത്തിൽ വളരെ കൺഫ്യൂസിംഗ് ആയ ഒരു രാഷ്ട്രീയ പ്രശ്നം അതിൽ അടങ്ങി. ഒരു കാര്യം ഇതോടൊപ്പം കൂട്ടിച്ചേർക്കാം. പറഞ്ഞോളൂ ശരത്തെ, ഒരു കാര്യം ഇതിൽ കൂട്ടിച്ചേർക്കാം. ശ്രീ ശബരിനാഥ് പറഞ്ഞത് കോൺഗ്രസ് സെക്യുലറായ പാർട്ടി, നമുക്കതിന് വ്യത്യസ്തമായ അഭിപ്രായം ഇല്ല.
പക്ഷേ കഴിഞ്ഞ UP അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നോക്കൂ, അവിടെ കോൺഗ്രസിന്റെ PCC പ്രസിഡന്റ് ആയിരുന്ന റീത്ത ബഹുഗുണ ജോഷി കോൺഗ്രസ് രാജിവെച്ച് BJP ചേർന്നു. ഇപ്പൊ അവർ അവിടുത്തെ മന്ത്രിയാണ്. അപ്പൊ കോൺഗ്രസ് ആലോചിച്ചെന്താ, അവിടുത്തെ ബ്രാഹ്മണ വോട്ട് പിടിക്കുന്നതിന് വേണ്ടി ഷീലാ ദീക്ഷിതിനെ അവിടെ മത്സരിപ്പിച്ച് UP പിടിക്കാനാണ് കോൺഗ്രസ് തന്ത്രം മെനഞ്ഞത്. എത്ര വലിയ തകർച്ചയാണ് കോൺഗ്രസിന് UP അസംബ്ലി തെരഞ്ഞെടുപ്പ് ഉണ്ടായത്. അതിന്റെ ഒരുപാട് ഡീറ്റെയിൽസിലേക്ക് പോകാൻ സമയം അനുവദിക്കാത്തതുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ ഇനിയും അവശേഷിക്കുന്നുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ വിധത്തിൽ തന്നെ ഇതെല്ലാം എത്തിച്ചേരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്കാണ്. നരേന്ദ്രമോദിയുടെ ഭരണത്തെ എങ്ങനെ വിലയിരുത്തുന്നു എന്നത് തന്നെയാണ്. അതൊരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയമാണ്. നരേന്ദ്രമോദിയുടെ ഭരണം എങ്ങനെയുണ്ട് എന്ന വിലയിരുത്തലാണ് തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പോകുന്ന രാജ്യത്തെ അതിൻ്റെ ഒരു പ്രാഥമികമായ ഘട്ടത്തിലുള്ള വോട്ടർമാരുടെ പ്രതികരണമാണ് അടുത്തതായി വരുന്നത്. അതുതന്നെയും സംസ്ഥാനങ്ങൾ തിരിച്ചുള്ള ഉത്തരേന്ത്യ ദക്ഷിണേന്ത്യ എന്ന നിലയിലുള്ള വ്യത്യാസങ്ങളും കാണാം. നരേന്ദ്രമോദിയുടെ ഭരണത്തെ എങ്ങനെ വിലയിരുത്തുന്നു എന്ന ചോദ്യം. ഔട്ട്സ്റ്റാൻഡിംഗ് വളരെ നല്ലത് എന്ന നിലയിൽ 19.9, നല്ലത് ഗുഡ് എന്ന നിലയിൽ 36, ശരാശരി 21.4, മോശം 18.7. ഇത് തന്നെ ഉത്തരേന്ത്യ ദക്ഷിണേന്ത്യ എന്ന വേർതിരിവോടുകൂടി സംസ്ഥാനങ്ങളുടെ നിലയിലുള്ളതുകൂടി നോക്കാം. ഉത്തരേന്ത്യയിലെ 5 സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രത്യേകമായ വിവരങ്ങൾ ഒന്ന് നോക്കാം. ഇപ്പോൾ ഉത്തർപ്രദേശ് നോക്കിയാൽ ഉത്തരേന്ത്യയിൽ ഉത്തർപ്രദേശ് 80 ലോക്സഭാ സീറ്റുകളുള്ള ഉത്തർപ്രദേശിൽ മോദിയുടെ ഭരണം എന്ന നിലയിലുള്ള വിലയിരുത്തൽ ഇപ്പോൾ 67.2%. അവിടെയാണ് പിന്നീട് മഹാസഖ്യമൊക്കെ രൂപപ്പെട്ട പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ വന്നത്. ഉത്തരേന്ത്യ കോൺഗ്രസ് തിരികെ പിടിച്ച രാജസ്ഥാനിൽ 25 ലോക്സഭാ മണ്ഡലങ്ങൾ 74% ആളുകൾ മോദി കേന്ദ്ര ഭരണത്തോടുള്ള അവരുടെ പ്രതിപത്തി ഈ സർവേയിൽ പ്രകടമാക്കി എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചാബ് 49.7, ബീഹാർ 40 സീറ്റ് നിതീഷ് കുമാർ പങ്കാളിയായ NDAയ്ക്ക് ഇപ്പോഴും മോദിയുടെ ഭരണത്തിന് 70.9% പിന്തുണയുണ്ട്, മികച്ചത് എന്ന് അഭിപ്രായപ്പെടുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മധ്യപ്രദേശ് കോൺഗ്രസ് തിരികെ പിടിച്ച മധ്യപ്രദേശിൽ മോദി ഭരണത്തിന് കേന്ദ്ര ഭരണത്തിന് 68.1% ആളുകളുടെ സ്വീകാര്യതയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ നിലയിലാണ് ഓരോ സംസ്ഥാനത്തെയും വിവരങ്ങൾ. ശബരിനാഥ്, കണക്കുകൾ ഒരു പാഠമാണോ, ഒരു സൂചനയാണോ? ഇല്ല, എനിക്ക് ഈ കണക്കുകളോട് സത്യം പറഞ്ഞാൽ പൊരുത്തപ്പെടാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ട്. ഇതിന് എന്നത്തെ എപ്പോഴുള്ള ഡേറ്റയാണെന്നുള്ളത് പിന്നെ ഒരു സർവേയാണ്. സർവേ ആസ് ഗുഡ് ആസ് എ സർവേ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2014 ഒരു വലിയ പ്രതീക്ഷ കൊണ്ടാണ് നരേന്ദ്രമോദി എന്ന ഭരണാധികാരി ഇന്ത്യയിലേക്ക് വന്നത്. കുറേ കാര്യങ്ങൾ ചെയ്യും, തൊഴിൽ വരും, അഴിമതി ഇല്ലാതാവും, എല്ലാം ശരിയാവും, കള്ളപ്പണം വരും, കർഷകർക്ക് എല്ലാ ആശ്വാസങ്ങളും കിട്ടും. പക്ഷേ മോദിയല്ലാതെ മറ്റൊരാളില്ല എന്നുള്ള ഒരു ഓപ്ഷനിൽ നിന്ന് 2014 നിന്ന് ഇന്ന് 2019 മോദിയല്ല പകരം മറ്റൊരാളെങ്കിൽ നിന്ന രീതിയിലാണ് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയം. അതിൽ തന്നെ വളരെ നല്ലത് എന്ന് പറയുന്നത് 19.9% ആളുകളാണ്. ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന നിലയിൽ ഒരു മോദി പ്രഭാവത്തിൽ നിന്നുകൊണ്ട് വിലയിരുത്തിയാൽ കണക്കുകളിൽ ഒരു 50%, 46-50% ആളുകൾ മോദിയുടെ തരക്കേടിന് ഇല്ല എന്നുള്ള രീതിയിലാണ് ഇനിയുള്ള നാളുകൊണ്ട് തിരിച്ചു മാറും. അത് കാരണം നമ്മൾ ഇപ്പൊ കാണുന്ന സർവേകളും ഇന്നലെ ശബരിനാഥിലെ രാഷ്ട്രീയ നേതാവിന്റെ ഒരു കോൺഫിഡൻസ് ആണല്ലേ ജേക്കബ് ജോർജ്? അല്ല, ഇനിയുള്ള ബാക്കി ഇന്നലെ വന്ന സർവേ റിപ്പോർട്ടുകൾ, സീറ്റുകളുടെ സർവേ റിപ്പോർട്ട് വന്നതിലൊക്കെ വളരെ വ്യക്തമായിട്ട് ഇപ്പോൾ 3 സർവേകൾ UPAയും NDAയും ഒരേപോലെ കാണിക്കുകയാണ്. അല്ലെങ്കിൽ കഴിഞ്ഞ 2 മാസം കൊണ്ട് കോൺഗ്രസിന്റെ സീറ്റുകൾ 50-80 സീറ്റ് കൂടിയ സർവേകളുണ്ട്. അപ്പോൾ എനിക്ക് ഇതിന്റെ കണക്കുകൾ നിങ്ങൾ പറയുന്ന രീതിയിൽ അത്ര മികച്ച ഭരണമാണെന്ന് പറയുമെങ്കിൽ മധ്യപ്രദേശ്, രാജസ്ഥാൻ നിങ്ങൾ നോക്കേണ്ട. ശബരിനാഥ് അത്ര മാർക്ക് കൊടുക്കുന്നില്ല, ഒരിക്കലും ഇല്ല. ഞാൻ ഇതിൽ ഒരിക്കലും അത്ര മാർക്ക് കൊടുക്കില്ല. അതിൽ തന്നെ ദക്ഷിണേന്ത്യ കൂടി ഒന്ന് നോക്കാം. ശ്രീ ജേക്കബ് ജോർജ് അതുപോലെ തന്നെ PK ബിജു, ദക്ഷിണേന്ത്യയിലെ സംസ്ഥാനങ്ങൾ കൂടി ഒന്ന് കാണാവുന്നതാണ്. നേരത്തെ ഉത്തരേന്ത്യയാണ് നമ്മൾ കണ്ടത്. ഉത്തരേന്ത്യ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പരീക്ഷണശാല എന്ന നിലയിലാണ് അത് പ്രത്യേകമായി നോക്കിയത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ കേരളമടക്കം കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളുള്ള കേരളത്തിൽ 32.8% ആളുകൾ ഔട്ട്സ്റ്റാൻഡിംഗ് ഗുഡ് എന്ന 2 ഗണത്തിൽപ്പെടുത്തി എടുക്കാവുന്ന നിലയിൽ 32.8% സ്വീകാര്യതയുണ്ട് എന്നാണ് സർവേ പറയുന്നത്. തമിഴ്നാട്ടിൽ അത് വെറും 12.6, കർണാടക 44.5, കോൺഗ്രസ് JDS സഖ്യവും BJPയും നല്ല ഫൈറ്റ് നടത്തുന്ന ഒരു സ്റ്റേറ്റ്. ആന്ധ്രാപ്രദേശ് ചന്ദ്രബാബു നായിഡു മോദിയോട് ഇടഞ്ഞു പുറത്തു വന്ന ആന്ധ്രാപ്രദേശിൽ കേവലം 11.7% മാത്രമാണ് അവിടെ മോദി ഭരണത്തിൻ്റെ സ്വീകാര്യത. തെലങ്കാനയാണ് മറ്റൊരു തരത്തിൽ
64% ഒരു മോദി സ്വീകാര്യത തെലങ്കാനയിലുണ്ട് എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ശ്രീ പി കെ ബിജു, ഈ കണക്കുകൾ ദക്ഷിണേന്ത്യ പ്രകടമായ ഒരു ടഫ് ടെറൈനായി നിൽക്കുന്നുണ്ട്. തെലങ്കാനയൊക്കെ വ്യത്യസ്തമായി തോന്നാമെങ്കിലും അതുപോലെ തന്നെ ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ കണക്കുകളും ഒക്കെ വരുന്നു. ഇത് നൽകുന്നൊരു സൂചന നിങ്ങളെ സംബന്ധിച്ച് എന്താണ്? അഭിപ്രായ സർവേയാണ്, സർവേയോട് യോജിപ്പും ഒക്കെ ഉണ്ടാകും. പക്ഷേ ഇത് നൽകുന്നൊരു സൂചന പൊളിറ്റിക്കലി എന്താണ്? ശരത്തെ, മോദി ഗവൺമെന്റിന്റെ സ്വീകാര്യത വലിയ തോതിൽ ഇടിഞ്ഞിരിക്കുന്നു എന്നതാണ് ഇന്ന് രാജ്യത്തെ സ്ഥിതി. ഇപ്പൊ തെലങ്കാന നിങ്ങൾ ചൂണ്ടിക്കാണിച്ചു 64% ഉണ്ടെന്ന് പറഞ്ഞു. BJPക്ക് ഒരു സീറ്റ് പോലും കടന്നു കയറാൻ കഴിയാത്ത സംസ്ഥാനമായ തെലങ്കാന നിൽക്കുകയാണ്. അപ്പം ഉത്തരേന്ത്യയിലെ ഈ മഹാഭൂരിപക്ഷം കാണിച്ചതാണ് ആവറേജ് 50%-ലധികം മോദിക്ക് സ്വീകാര്യത ഈ സർവേയിൽ വന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ രാജ്യത്തിന്റെ സ്ഥിതി എന്താ? സാമ്പത്തിക രംഗം പൂർണ്ണമായി തകർന്നില്ലേ? നോട്ട് നിരോധനവും GSTക്കും ശേഷം ഗ്രാമീണ മേഖലയിലെ സാമ്പത്തിക സ്ഥിതി അതിദയനീയമായിരിക്കുന്നു. നോട്ട് നിരോധനം തന്നെ കോർപ്പറേറ്റുകളെ നേരത്തെ അറിയിച്ചു എന്ന് അവരുടെ MLA തന്നെ പരസ്യമായി പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും കോർപ്പറേറ്റുകളുടെ ലാഭം, പ്രതിദിന ലാഭം അവർക്ക് 2000 കോടിയാണ് എന്നാണ് അടുത്ത സർവേ വന്നത്. നമ്മുടെ രാജ്യത്തിന്റെ കടം വലിയ തോതിൽ രാജ്യം സാമ്പത്തിക ശക്തിയാണെന്ന് BJP പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിലും 50% വർധന 82 ലക്ഷം കോടിയായി ഇന്ത്യയുടെ കടം മാറിയെന്നാണ്. അതൊക്കെ കൊണ്ടാണ് BJP ഗവൺമെന്റ് റിസർവ് ബാങ്കിന്റെ കരുതൽ ശേഖരത്തിൽ നിന്ന് 3.6 ലക്ഷം കോടി രൂപ തരണമെന്ന് ആവശ്യപ്പെട്ട് വലിയ സമ്മർദ്ദം ചെലുത്തിയതിന്റെ ഭാഗമായി റിസർവ് ബാങ്ക് ഗവർണർ ഊർജിത് പട്ടേൽ, അതായത് ഈ കണക്കുകൾ ഒരു മോദി പ്രഭാവം രാജ്യത്തില്ല എന്നാണോ ബിജു പറഞ്ഞു വരുന്നത്? 2014 താരതമ്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ പ്രഭാവം തന്നെ മങ്ങിയിരിക്കുന്നു. മോദിയെ വെച്ചാൽ വീണ്ടും അധികാരത്തിൽ വരാൻ കഴിയുമോ എന്നുള്ള സംശയത്തിലാണ് സംഘപരിവാറും RSS ഇപ്പോൾ ഉള്ളത്. ശ്രീ ജേക്കബ് ജോർജ്, രാഹുൽ ഈശ്വർ കൂടി നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. മോദിയുടെ ഭരണത്തിന്റെ വിലയിരുത്തലിന്റെ ഈ കണക്കുകൾ കാണുമ്പോൾ താങ്കളുടെ ഒരു നിരീക്ഷണം എങ്ങനെയാണ്? അല്ല, ഈ തെലങ്കാനയിലെ 64%, നേരത്തെ ബിജു ചൂണ്ടിക്കാണിച്ച പോലെ 64% മോഡി ഭരണത്തിന് അനുകൂലം എന്ന് പറയുന്നു. അപ്പോഴെനിക്ക് തോന്നുന്നു ഒബ്സർവേഷനിൽ എന്തോ പെശകില്ലേ എന്നൊരു സംശയം. സ്വാഭാവികമായിട്ടും ഉത്തരേന്ത്യയിലെ ഒരു മോദി പ്രഭാവം, ഒരു BJPയുടെ മേൽക്കൈ. ശരത്തെ ഒരു കാര്യം ഓർക്കണം, BJP എന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കേഡർ. അതുപോലെ തന്നെ കേരളം 32% എന്ന് പറയുന്നതിനോട് യോജിക്കുന്നു. ഇല്ല, അതിനോട് നിങ്ങളാരും മിണ്ടാത്തത് എന്താണെന്നാണ് ഞാൻ. അല്ല, അത് ഉത്തരേന്ത്യ ആദ്യം പറഞ്ഞിട്ട് വരാൻ വിചാരിച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ കേഡർ പാർട്ടിയാണ് BJP. അതിനേക്കാൾ വലിയ കേഡർ സ്വഭാവമുള്ള സംഘടനയുണ്ട് അതിൻ്റെ കൂടെ, RSS. പിന്നെ സംഘപരിവാർ എന്ന് പറയുന്ന വിശാലമായ ഒരു കുടുംബകം. ഇതിന്റെ എല്ലാം ഒരു സപ്പോർട്ട് ബേസ് ഉണ്ട് BJPക്ക്. സ്വാഭാവികമായിട്ടും ഈ സർവേയിൽ ആ സപ്പോർട്ട് ബേസിന്റെ ശക്തിയും തെളിയും. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അഭിപ്രായം സംഘടനാശേഷി BJP സംഘടനാശേഷി അല്ലെങ്കിൽ സംഘപരിവാറിന്റെ അത് കോൺഗ്രസും CPM-ഉം വേറെ ഇടതുപക്ഷവും ഒരു കക്ഷിയും മറക്കാൻ എഴുതി തള്ളാനാവില്ല ആ ശക്തി. പ്രത്യേകിച്ച് രാജ്യം ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ഈ ശക്തി. അതായത് ഈ ജേക്കബ് ജോർജ് പറഞ്ഞ ആ നിരീക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സർവേ കണക്കുകളിൽ BJPക്ക് കിട്ടുന്ന ഒരു എഡ്ജിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം ഈ സംസ്ഥാനങ്ങളിൽ ജനങ്ങൾ വിയോജിക്കുമ്പോഴോ പ്രതിഷേധിക്കുമ്പോഴോ സംഘടനാപരമായ സ്വാധീനം നിലനിർത്താനാകുന്നതിന്റെ പ്രതിഫലനം, ഗുണം ഈ കണക്കുകളുടെ കാണുന്നുണ്ട്. ആധിപത്യത്തിന് പിന്നിലുണ്ടെന്നാണ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതെന്റെ ഒരു അഭിപ്രായം തന്നെയാണ്. കാരണം ഈ ശബരിനാഥ് അതിനെ കൂടെ ബ്രേക്ക് ചെയ്യേണ്ടി വരും കോൺഗ്രസിന് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ. നല്ല സംഘടനാശേഷിയോടെയാണ് BJP പ്രവർത്തിക്കുന്നത്. അല്ല, അവർ ഒരു 20-21 സംസ്ഥാനങ്ങളിൽ അധികാരത്തിലേക്ക് വന്ന് നല്ല സംഘടനാശേഷിയിൽ നിന്നതാണ്. പക്ഷേ അതേ സ്ഥലത്ത് നിന്നാണ് അവരിപ്പോൾ ഏറ്റവും കൂടുതൽ 15 വർഷം നിന്ന് മധ്യപ്രദേശിൽ തോറ്റതും ഛത്തീസ്ഗഡിൽ തോറ്റതും 65-ൽ 62 സീറ്റും ലഭിച്ച ഹിന്ദി ഹാർട്ട്ലാൻഡിൽ ഇന്നവർക്ക് ഇലക്ഷൻ നടന്നപ്പോൾ 30 സീറ്റുകളൊന്നും കിട്ടാൻ പറ്റാത്ത അവസ്ഥ എത്തിയത് ആ സംഘടനയും ചോരുന്നു എന്നുള്ളതാണ്. ആ സംഘടനയുള്ള വിശ്വാസം ആളുകൾക്കില്ല എന്നതാണ്. പഴയ പോലെയുള്ള RSS BHP സംഘപരിവാർ ശക്തികളുടെ ആ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ ഇനി BJPക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് നിതിൻ ഗഡ്കരിക്ക് വരെ ബോധ്യമായി. അദ്ദേഹം തന്നെ ഇപ്പോൾ പഴയ പോലെ കാര്യങ്ങൾ നടക്കില്ല എന്ന് നേരത്തെ ശരത്ത് പറഞ്ഞ പോലെ മോദി വരെ പറഞ്ഞതാണ്. ഇനിയിപ്പോൾ എന്നെ മാത്രം നോക്കി നിൽക്കേണ്ട, നിങ്ങൾ ഇറങ്ങണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ അവർക്കൊരു സൂചന ലഭിച്ചിട്ടുണ്ട്. അത് ആ ഒരു പാർട്ടിയുടെ ബോഡി ലാംഗ്വേജിൽ കഴിഞ്ഞ ഒരു മാസം കൊണ്ടുള്ള പത്രസമ്മേളനങ്ങൾ, ലോക്സഭ, ചാനൽ ചർച്ചകൾ, എല്ലാത്തിനും ആ ഒരു ബോഡി ലാംഗ്വേജിൽ വലിയ ഒരു മാറ്റം വരും. ഈ ചാനൽ ചർച്ചകൾ കേരളത്തിൽ BJP നേതാക്കൾ വരാത്തത് അതിന്റെ ഭാഗമായിട്ടാണോ ശബരിനാഥ്? അല്ല, ഇന്ന് വന്ന ഒരു പറയാൻ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല, അതും പറയുന്നില്ലല്ലോ, അവസരവും വേണ്ട എന്നാണ് വെച്ചുകൊണ്ട്. അതെ. രാഹുൽ ഈശ്വർ,
താങ്കളുടെ ആരാധനാപാത്രമായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണത്തെ വിലയിരുത്തുമ്പോൾ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് ഒരു 19% ആളുകളാണ്. 2014 ശേഷം നോക്കൂ, നമ്മൾക്കറിയാം എന്തൊരു പ്രഭാവത്തോടുകൂടി രാജ്യത്തെ ആകെ മാറ്റിമറിക്കുന്ന ഒരു സൂപ്പർമാൻ പരിവേഷത്തിലേക്കാണ് പ്രധാനമന്ത്രി പോയത്. അങ്ങനെ നോക്കിയാൽ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് 19% പോരാ. ഈ മീഡിയ പോളുകളെല്ലാം ഒരുപക്ഷെ ഇന്ത്യൻ മാധ്യമങ്ങൾ ഏറ്റവും വേട്ടയാടിയ ഒരു പ്രധാനമന്ത്രി അല്ലെങ്കിൽ വേട്ടയാടിയ ഒരു വ്യക്തിയാണ് ശ്രീ നരേന്ദ്രമോദി. 13 വർഷത്തോളം നരാധമനെന്നും മോദ് കാ സൗദാഗറെന്നും ഈ രാജ്യത്തെ ഇല്ലാതാക്കാൻ വന്നുവെന്നും ഒക്കെ പറഞ്ഞിട്ടും ഇൻസ്പൈറ്റ് ഓഫ് മീഡിയ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ്. കേരളത്തിലെ BJP നേതാക്കൾ ചർച്ചയ്ക്ക് വരാത്തത് ശബരിമല സമരവുമായി ബന്ധപ്പെട്ട് മീഡിയ ബഹിഷ്കരണം ഉണ്ടായതാണ്. ഈ വിഷയമല്ല എന്ന് നമുക്കെല്ലാം അറിയാം. കേരളത്തിൽ പോലും 32%, ഞാൻ ഇതിനെ വിശ്വസിക്കുകയാണ്, ന്യൂസ് 18 പോലെ ഫസ്റ്റ് പോസ്റ്റ് പോലെ എല്ലാവരും ആദരിക്കുന്ന ഇതിന്റെ ആ ഒരു കണ്ടെത്തൽ ബഹുമാനിക്കുകയാണ്. 32% പേർ അവർ മോദിക്ക് വോട്ട് ചെയ്യുന്നവരായിരിക്കില്ല, പക്ഷേ മോദിയുടെ ഭരണം നല്ലതാണെന്ന് കേരളത്തിലുള്ള 1/3 ആൾക്കാർ പോലും. അതെന്താണ് രാഹുൽ വിശ്വസിക്കുന്നത്? കഴിഞ്ഞ തവണ അതിന് മുമ്പുള്ള UPA ഭരണം മൻമോഹൻ ഭരണവുമായി കമ്പയർ ചെയ്ത് കിട്ടുന്ന ഒരു എഡ്ജ് ഇപ്പോഴും മോദിക്കുണ്ട്. മൻമോഹൻ സിംഗ് ഗവൺമെന്റിന്റെ അവസാന കാലത്ത് പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം അണ്ണാ ഹസാരെ മൂവ്മെന്റ്, അതുണ്ടാക്കിയ ഒരു എനർജി, അതിന്റെ കറപ്ഷൻ പെർസെപ്ഷൻ. ഇനി രണ്ട് വേണമെങ്കിൽ തിരിച്ചു വാദിക്കാം. 2G അടക്കമുള്ള കാര്യങ്ങളിൽ കൺവിക്ഷൻ വേണ്ട രീതി ഇല്ലാതായി പോയി. ഫുള്ള് കേട്ടുന്നുണ്ടായിരുന്നു, ഫുള്ള് ലൈവ്, ഒരു വരി പോലും വിടാതെ 65% അടക്കം ഫുള്ള്. ഈ പെർസെപ്ഷൻ വാർ തീർച്ചയായിട്ടും ഉണ്ടാവും. ഒരുപക്ഷെ BJPയുടെ ബോഫോഴ്സ് ആയി ഇത് മാറും എന്ന പ്രതീക്ഷയിലാണ് തീർച്ചയായും പ്രതിപക്ഷം. ഒരുപക്ഷെ ഈ ഔട്ട്സ്റ്റാൻഡിംഗ് എന്നുള്ള 19.9 ചുരുങ്ങിയത് ഈ അഴിമതി പോലെയുള്ള അവസാന സമയങ്ങളിലെ ഈ തിരിച്ചടി ആയിരിക്കാം. 31% ആൾക്കാരാണ് BJPക്ക് വോട്ട് ചെയ്തത്. അതിൽ 20% ആൾക്കാർ ഇന്നും ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നെങ്കിൽ അത് സെഫോളജി പ്രകാരം തെറ്റില്ലാത്ത നമ്പറാണ്. 5-ൽ ഒരാൾ ഔട്ട്സ്റ്റാൻഡിംഗ്. ഇപ്പോ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഒരു കാലത്തിലേക്ക് നമ്മൾ പോകുന്നതേ ഉള്ളൂ. ശരാശരി എന്ന് പറഞ്ഞു നിൽക്കുന്ന 21%, മോശം എന്ന് പറയുന്ന ഒരു 18.7%. ഈ മോശം എന്ന് പറയുന്നവർ ഉറച്ചു നിൽക്കും, ഔട്ട്സ്റ്റാൻഡിംഗ് പോലെ തന്നെ. ഈ ശരാശരി എന്ന് പറയുന്ന ഒരു സ്വിംഗ് വോട്ടേഴ്സാണ്. അവരെ ഈ കോൺഗ്രസിനും സംസ്ഥാനങ്ങളിലെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനും കൂടെ കൂട്ടാൻ കഴിഞ്ഞാൽ കാര്യം കുഴപ്പത്തിലാണ്. ഇന്ത്യയിലെ ഈ ഫസ്റ്റ് പാസ് പോസ്റ്റ് സമ്പ്രദായത്തിൽ 19% ഉറച്ചു വയ്ക്കാൻ നമുക്ക് ഉറപ്പിക്കാമല്ലോ. അതിന്റെ കൂടെ വാദത്തിന് വേണ്ടി തീർച്ചയായും ഈ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം 19 ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ സിസ്റ്റം പ്രകാരം ഒരു 35% എത്തിയാൽ അടുത്ത ഭരണം മോദിക്ക് തന്നെയാണ്. അതായത് അടുത്ത ശരാശരി എന്ന് പറയുന്നതിന്റെ 1/3 അല്ലെങ്കിൽ 4/3 ഭാഗത്തെ ഒരുമിച്ച് നിർത്തിയാൽ, പ്രത്യേകിച്ച് ഈ സർവേ എടുത്തു നോക്കേണ്ടത് ആ കണക്കുകളൊരു സാമാന്യ യുക്തി മാത്രമാണ്. എങ്ങനെയാണ് അതിനോടൊരു വിയോജിപ്പ് രാഹുലുമായി പങ്കുവെക്കുക? അല്ല, ഇതിൽ ആദ്യം രാഹുൽ പറഞ്ഞത് 13 വർഷമായിട്ട് പത്രക്കാർ വേട്ടയാടിയ ഒരു പ്രധാനമന്ത്രി എന്നാണ് പറഞ്ഞത്. എന്റെ അഭിപ്രായത്തിൽ പ്രധാനമന്ത്രിയാക്കാൻ നരേന്ദ്രമോദിക്ക് വേണ്ടി ഏറ്റവും കഷ്ടപ്പെട്ടത് ഫസ്റ്റ് പോസ്റ്റിന്റെ എഡിറ്റർ ശ്രീ R ജഗന്നാഥനാണ്. അദ്ദേഹത്തിന് എല്ലാ ലേഖകങ്ങളും 2012 തൊട്ട് വായിച്ച് അതിന്റെ എല്ലാ സ്പൈസസും വായിച്ച് മനസ്സിലാക്കിയ ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ പ്രധാനമന്ത്രി മാധ്യമ പരിലാളന ഏറ്റവും അധികം ഏറ്റ ഒരു ഇപ്പോഴും ഏൽക്കുന്ന ഒരു പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി എന്ന കാര്യത്തിൽ ആർക്കും ഒരു കുറവും വന്നിട്ടില്ല. കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ എല്ലാ ചാനലുകളും. ഞാനൊരു മറുപടി കൊടുക്കട്ടെ രാഹുൽ ഈശ്വർ, ഈ അഭിപ്രായം തന്നെയായിരിക്കണം. അല്ലെങ്കിൽ ഇതിനേക്കാൾ കുറച്ചും കൂടി BJP മോഡി അനുകൂലമായ ഒരു നിലപാടായിരിക്കണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായത്. മധ്യപ്രദേശ് അവിടെയൊക്കെ നടന്ന തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായത്. പക്ഷെ അവിടുത്തെ തെരഞ്ഞെടുപ്പ് പോലെ എന്തായി രാഹുൽ? നമ്മൾ കണ്ടതാണല്ലോ. അവിടെ BJP 15 വർഷം ഭരിച്ചിരുന്നിടത്തൊക്കെ BJP താറുമാറായില്ലേ? അവിടെ തന്നെയാണ് റീസൺ. ആന്റി ഇൻകംബൻസി 3 ടേം കഴിഞ്ഞ് 3 ടേം ഭരിച്ചു കഴിഞ്ഞ് ആന്റി ഇൻകംബൻസി. രാഹുലിന്റെ വാദം ആന്റി ഇൻകംബൻസി ഭരണവിരുദ്ധത മോദിക്ക് മേൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇത്രമേൽ ഉണ്ടാവില്ല, അവർക്കുണ്ടായതുപോലെ സംസ്ഥാനങ്ങളിലെ. മാത്രമല്ല ഗുജറാത്തിൽ സാധാരണ സെഫോളജിസ്റ്റ് പറയാത്തൊരു ടേമും കൂടെ മോദി ഉണ്ടാക്കി, പ്രോ ഇൻകംബൻസി. അതായത് നിരന്തരമായി 3 ടേം മോദി ഭരിച്ചിട്ടും അതിനുശേഷവും കണ്ടിന്യൂ ചെയ്യാൻ കഴിയുന്ന ഈ നഷ്ടപ്പെട്ട സംസ്ഥാനങ്ങൾ നോക്കിയാൽ ഇപ്പോഴും ഇഞ്ചോടിഞ്ച് പോരാട്ടങ്ങളാണ്. ഏതായാലും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട പ്രതികരണത്തിന്റെ ചില സൂചനകളാണ് ഈ പറഞ്ഞതുപോലെ മോദിയുടെ ഭരണത്തെ എങ്ങനെ വിലയിരുത്തുന്നു എന്ന ചോദ്യത്തിൽ കണ്ടത്. അതോടൊപ്പം തന്നെ രാജ്യത്തെ ജനങ്ങൾക്ക് ആരിലാണ് കൂടുതൽ വിശ്വാസം എന്നതുപോലെയുള്ള വരുന്ന കാലത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു വിലയിരുത്തലിലേക്കാണ്, ചോദ്യങ്ങൾക്കും അതിൻ്റെ ഉത്തരങ്ങളിലേക്കുമാണ് പോവുക.